ഹായ് ഓൾ, ന്യൂസിലൻഡേഴ്സ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ന്യൂസിലൻഡ് ഓസ്കിയിലെ 10 സ്റ്റേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ക്ലിനിക്കൽ സ്കിൽ സ്റ്റേഷൻ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ക്ലിനിക്കൽ സ്കിൽ സ്റ്റേഷൻസിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ എന്താണ്, അതുപോലെ ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സോ ക്ലിനിക്കൽ സ്കിൽ സ്റ്റേഷൻസിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യേണ്ടി വരിക ഒരു വൂണ്ട് കെയർ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ഡ്രസ്സിങ്, അതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്റ്റേഷനിൽ പെർഫോം ചെയ്യേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ, you're going to look after a post laparotomy patient. He had a laparotomy 2 days ago and now he's due for a dressing change. Okay, so ഈ തരത്തിലുള്ള ഒരു സിനാരിയോ ആയിരിക്കും തരിക. അതുപോലെ തന്നെ ആ സിനാരിയോയിൽ നിങ്ങൾക്ക് വൂണ്ടിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷനും കൂടി തന്നിട്ടുണ്ടായിരിക്കും. ലൈക്ക് 7 to 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വൂണ്ടാണ്, ലീനിയർ വൂണ്ടാണ്, അതുപോലെ തന്നെ എത്ര സ്റ്റേപ്ലേഴ്സ് ഉണ്ട് ആ ഒരു വൂണ്ടിന്, അതുപോലെ തന്നെ NP ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാകും ഓൾറെഡി ജനറൽ കൺസെന്റ് അല്ലെങ്കിൽ ഇൻഫോംഡ് കൺസെന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇനി അത് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പ്രൊസീജിയറിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി കൊടുത്തതാണ്. അതുപോലെ നിങ്ങളുടെ ട്രോളി ക്ലീൻ ആണ്. സോ നിങ്ങൾക്ക് ഇനി ഇതൊന്നും ചെയ്യേണ്ട, കാരണം 6 മിനിറ്റ്സ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വെർബലൈസ് ചെയ്യുന്നത് മാൻഡേറ്ററി അല്ലെന്ന്, അതായത് ഇത് വെർബലൈസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു സ്റ്റേഷനിൽ നിങ്ങൾ സംസാരിക്കാതെ ജസ്റ്റ് പ്രൊസീജിയർ ചെയ്തിട്ട് പോയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഷോക്കേസ് ചെയ്യാൻ കിട്ടുന്ന ഒരു ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കി കളയരുത്. ഈ ഒരു സ്റ്റേഷനിൽ നിങ്ങൾ സംസാരിക്കുക, അസിസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ വേണം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേഷൻ പെർഫോം ചെയ്യേണ്ടത്. സോ എന്തായിരിക്കും നമ്മൾ ഈ സ്റ്റേഷനിൽ ചെയ്യേണ്ടത്? സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ എല്ലാ മറ്റ് സ്റ്റേഷനിലും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നേരെ ആ ഒരു സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു. നിങ്ങൾക്ക് പറയണം, ഐ ആം പുള്ളിങ് ദ കർട്ടൻ ടു പ്രൊവൈഡ് പ്രൈവസി ടു മൈ പേഷ്യന്റ്. അത് നമ്മൾ ഇപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഹാൻഡ് ഹൈജീൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം, ഗോയിങ് ടു ഡു ദ ഡ്രസ്സിങ്. എന്നിട്ട് നമ്മൾ നോക്കുന്നു, നേരെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐ എം ഗോയിങ് ടു അറേഞ്ച് ദ ആർട്ടിക്കിൾ ഫോർ ദ ഡ്രസ്സിങ്. അല്ലേ, നമുക്ക് ആർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യണ്ടേ? സോ 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സിങ് ചേഞ്ചിനായിട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. സോ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സിങ് പാക്ക് ഇൻടാക്റ്റ് ആണോ നോക്കണം. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, അതുപോലെ നോമസലൈൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം. സ്റ്റൊറൈൽ ഡ്രസ്സിംഗ് പാഡ് വേണമല്ലോ ഏറ്റവും അവസാനം വൂണ്ട് സെക്യൂർ ചെയ്യാനായിട്ടുള്ള അത്. പിന്നെ മൈക്രോപോർ ഹാൻഡ് ജെൽ, ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ഈ ഒരു 5 കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. പിന്നെ വേണ്ട ഒരു കാര്യമാണ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ പേപ്പർ ബാഗ്, കാരണം നമുക്ക് ഡിസ്പോസ് ചെയ്യണമല്ലോ ഡ്രസ്സിങ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. സോ ആർട്ടിക്കിൾ അറേഞ്ച് ചെയ്തു. ഇത് എവിടെയായിരിക്കും നമ്മൾ വെക്കേണ്ടത്? മുകളിലത്തെ തട്ടിലാണോ? അല്ല, നിങ്ങൾ താഴത്തെ തട്ടിലാണ് ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ദെൻ നിങ്ങൾ ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നു. സോ ഡ്രസ്സിങ് ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വൂണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും അഡീഷണൽ മെറ്റീരിയൽസ് വേണമെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഐ എം ഗോയിങ് ടു വെയർ എ ക്ലീൻ ഗ്ലൗസ്. ഒരു ക്ലീൻ ഗ്ലൗസ് വെയർ ചെയ്യാന്ന് പറയണം. അവിടെ ഗ്ലൗ ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മളത് വെർബലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വൂണ്ട് ഡ്രസ്സിങ് റിമൂവ് ചെയ്തു. ഡ്രസ്സിങ് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. അതുപോലെ നമ്മുടെ ഗ്ലൗൺ ഡിസ്കാർഡ് ചെയ്യാം. ഗോയിങ് ടു ഡിസ്കാർഡ് ഗ്ലൗസ് എന്ന് അവിടെ പറയണം, മറന്നു പോകരുത്. കാരണം കയ്യിൽ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ മറന്നു പോകും. സോ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പലവട്ടം ഇത് പ്രാക്ടീസ് ചെയ്യണം വീട്ടിൽ കേട്ടോ. സോ അത് കളയുന്നു, നമ്മൾ ഹൈജീൻ ചെയ്യുന്നു. ഐ എം ഗോയിങ് ടു ഡിസ്ക്രൈബ് ദ വൂണ്ട്. സോ ദിസ് ഈസ് എ ലാപ്രോട്ടമി വൂണ്ട്. കാരണം നമുക്ക് ഓൾറെഡി സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലാപ്രോട്ടമി വൂണ്ടാണ്. അതുപോലെ തന്നെ അതിന്റെ ലെങ്ത് 7 to 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറ്റ് ഹാസ് 12 staplers in situ ഉണ്ടെന്ന് അല്ലേ, അവിടെ ഉണ്ടെന്ന് നമ്മൾ പറയുകയാണ്. സോ നിങ്ങൾ ഇനി ഇത് അസസ് ചെയ്യണം. ഇസ് ദർ എനി സൈൻ ഓഫ് ഇൻഫെക്ഷൻ അതിനുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. ദർ ഇസ് നോ റെഡ്നെസ്, നോ എരിതേമ അറൌണ്ട് ദ wound site, no dehiscence and no oozing from the site. A wound is healing well. അങ്ങനെ പറഞ്ഞ് നമ്മുടെ wound അസസ് ചെയ്ത് നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഐ എം ഗോയിങ് ടു ഡു ദ ഡ്രസ്സിങ്. നമ്മൾ ഡ്രസ്സിങ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാൻഡ് വാഷിങ് ചെയ്യുന്നു. എന്നിട്ട് നേരെ ഡ്രസ്സിങ് സെറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഡ്രസ്സിങ് സെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരിക്കലും ക്ലീൻ അല്ലെങ്കിൽ സ്റ്റെറൈൽ സൈഡിൽ ടച്ച് ചെയ്യാതായിരിക്കും ശ്രമിക്കുക. സോ സിസ്റ്റർ നാൻസിയുടെ ഫണ്ടമെന്റൽ ഓഫ് നഴ്സിംഗിൽ നമ്മൾ എന്താണോ പഠിച്ചത് ആ സെയിം തിങ് ആണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. സെയിം ഓപ്പൺ ചെയ്തു.
ഇവിടെ നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഡ്രസ്സിങ് സെറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് 3 തം ഫോർസെപ്സ് ഉണ്ടായിരിക്കും, 2 ബ്ലൂവും ഒരു യെല്ലോവും. സോ യെല്ലോ തം ഫോർസെപ്സ് വെച്ചാണ് നമ്മൾ ഈ സെറ്റിലെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ട എന്താ പറയുന്നത് ഗോസ്, കോട്ടൺ റോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നു, നമ്മുടെ പ്ലാസ്റ്റിക് ട്രേ സെറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, വൺസ് ഇത് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ആ യെല്ലോ തം ഫോർസെപ്സ് നമ്മൾ അത് കളയുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് തിങ് എന്താണ്, നമ്മൾ വീണ്ടും ഹാൻഡ് വാഷ് ചെയ്യുന്നു. നോമസ് ലൈൻ എടുക്കുന്നു, പൊട്ടിക്കുന്നു. 10 സെന്റിമീറ്റർ ഭാഗം നിന്ന് ഈ സാധനം നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക് ട്രേയിലേക്ക് ഒഴിക്കുന്നു, കളയുന്നു. അപ്പൊ നമ്മളെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ന് പറയുന്നത് എന്താണ്, ഇനി നമുക്ക് ഡ്രസ്സിങ് തുടങ്ങണം. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഹാൻഡ് വാഷ് ചെയ്തു, നമ്മൾ സ്റ്റെറൈൽ ഗ്ലൗ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നു. സോ ഐ എം ഗോയിങ് ടു വെയർ എ സ്റ്റെറൈൽ ഗ്ലൗ. ദെൻ യൂഷ്വൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇത് നമ്മുടെ സ്റ്റെറൈൽ ഹാൻഡ്, നമ്മൾ പേഷ്യൻ്റ് ഹാൻഡ്. നിങ്ങൾക്ക് നേരെ പ്രൊസീജിയർ ചെയ്യാം. ഒരു കയ്യിൽ നമ്മൾ കോട്ടൺ റോൾ എടുത്ത് നോമസ് ലൈനിൽ മുക്കി ദെൻ ദ പേഷ്യൻ്റ് ഹാൻഡിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുവാണ്. സോ ഈ ഒരു അസസർ ഇതിൽ നോക്കുന്നത് നിങ്ങളുടെ ഈ 2 ഹാൻഡ് തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടോ, അത് ഹാൻഡ് എന്ന് ഉദ്ദേശിച്ചത് ഫോസപ്സ് തമ്മിൽ, അതിന്റെ ടിപ്പ് തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളുടെ സ്റ്റെറൈൽ ഫീൽഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് ലീൻ ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങളുടെ സ്റ്റെറൈൽ ഹാൻഡ് അൺസ്റ്റെറൈൽ ആയിട്ടുള്ള പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെയാണ് അവർ അതിനകത്ത് അസസ് ചെയ്യുക. ഓക്കെ, ലീനിയർ വൂണ്ടാന്ന് ഓൾറെഡി നമുക്കറിയാം ലാപ്രോട്ടമി ആയതുകൊണ്ട്. സോ ഒരു സ്ട്രോക്ക് കൊടുത്തു, അത് ഡിസ്കാർഡ് ചെയ്തു, വീണ്ടും വരുന്നു, ഇവിടെ നിന്ന് അടുത്ത കോട്ടൺ ബോൾ എടുത്തു, ട്രാൻസ്ഫർ ചെയ്യുന്നു, വീണ്ടും അടുത്ത സ്ട്രോക്ക്. അങ്ങനെ 3 സ്ട്രോക്ക് നമ്മൾ ചെയ്ത് വൂണ്ട് ക്ലീൻ ചെയ്യുന്നു. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് നമുക്ക് വൂണ്ട് ഡ്രൈ ചെയ്യേണ്ടതുണ്ട്. സോ ഐ എം ഗോയിങ് ടു ഡ്രൈ ദ വൂണ്ട് എന്ന് പറഞ്ഞ് അടുത്തത് ഗോസ് എടുത്ത് ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് 2 സ്ട്രോക്ക് നമ്മൾ വൂണ്ട് ഡ്രൈ ചെയ്യുന്നു. ഓക്കെ, സോ 2 സ്ട്രോക്ക് കൊണ്ട് വൂണ്ട് ഡ്രൈ ചെയ്യുന്നു. ദ നെക്സ്റ്റ് തിങ് ഈസ് വി ആർ ഗോയിങ് ടു പുട്ട് ദ സ്റ്റെറൈൽ പാഡ് ഓൺ ടു ദ വൂണ്ട്. അല്ലേ, നമുക്ക് അത് വേണ്ട അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വൂണ്ട് സെക്യൂർ ചെയ്യുക. സോ ഒരു സ്റ്റെറൈൽ പാഡ് എടുത്ത് നമ്മളത് വൂണ്ടിന് മേളിൽ വെക്കുന്നു, മൈക്രോപോർ എടുത്ത് നമ്മളത് സെക്യൂർ ചെയ്യുന്നു. ഓക്കെ, സോ അവിടെ പ്രൊസീജിയർ തീർന്നില്ല. ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രസ്സിങ് സെറ്റ് എടുത്ത് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു, ഗ്ലൗ ഊരി, ദെൻ ഹാൻഡ് വാഷിങ് ചെയ്തു, പേഷ്യൻ്റ് ഉടുപ്പ് വലിച്ചിട്ടു, കഴിഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളത്. സോ എപ്പോഴും ഓർത്തിരിക്കുക, നിങ്ങൾ അസെപ്റ്റിക് ടെക്നിക് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലീൻ ഹാൻഡ് പേഷ്യൻ്റ് ഹാൻഡുമായിട്ട് അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഫോർസെപ്സുമായിട്ട് ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളുടെ സ്റ്റെറൈൽ ഫീൽഡിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 5 moments ഓഫ് ഹാൻഡ് ഹൈജീൻ, എപ്പോഴും ഹാൻഡ് ഹൈജീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേഷനിൽ അസസർ അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ നോക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.